ജെമിനി പൊറോട്ട മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. അത് കഴിക്കുന്നത് നല്ലതാണോ അതോ ചീത്തയാണോ ശരീരത്തിന്? അതിനെക്കുറിച്ച് ജെമിനിക്ക് അറിയാമോ? ഒന്ന് വിശദീകരിക്കാമോ? പൊറോട്ട എത്രമാത്രം ശരീരത്തിന് നല്ലത് അല്ലെങ്കിൽ കേട്? എന്താ പറയുക നോക്കാം. ഹാരിസ്, മലയാളിക്ക് പൊറോട്ടയോടുള്ള ഇഷ്ടം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ഇതിന്റെ വശങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പൊറോട്ട രുചികരമാണ് എന്നതിൽ തർക്കമില്ല, പക്ഷേ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം പിന്നിലാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. എന്തുകൊണ്ട് പൊറോട്ട അത്ര നല്ലതല്ല? മൈദയുടെ ഉപയോഗം. പൊറോട്ട ഉണ്ടാക്കുന്നത് ശുദ്ധീകരിച്ച ഗോതമ്പ് മാവ് അഥവാ മൈദ ഉപയോഗിച്ചാണ്. ഗോതമ്പിലെ നാരുകൾ, ഫൈബർ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനാൽ ഇതിൽ പോഷകങ്ങൾ വളരെ കുറവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ്. മൈദയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കും. കൊഴുപ്പിന്റെ അളവ്. പൊറോട്ട മൃദുവാക്കാൻ ധാരാളം എണ്ണയോ ഡാൽഡയോ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൊളസ്ട്രോൾ വർദ്ധിക്കാനും ഹൃദയാരോഗ്യത്തെ ബാധിക്കാനും കാരണമായേക്കാം. ദഹന പ്രശ്നങ്ങൾ. നാരുകൾ ഇല്ലാത്തതിനാൽ പൊറോട്ട ദഹിക്കാൻ പ്രയാസമാണ്. സ്ഥിരമായി കഴിക്കുന്നത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. എപ്പോഴാണ് ഇത് വില്ലനാകുന്നത്? പൊറോട്ട ഒരു വിഷമാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ അത് കഴിക്കുന്ന രീതിയും അളവുമാണ് പ്രശ്നം. 1. സ്ഥിരമായ ഉപയോഗം. ദിവസവും പൊറോട്ട കഴിക്കുന്നത് അമിതവണ്ണത്തിനും പ്രമേഹത്തിനും വഴിതെളിക്കും. 2. രാത്രിയിലെ ഭക്ഷണം. രാത്രി വൈകി പൊറോട്ട കഴിക്കുന്നത് ദഹനത്തെ സാരമായി ബാധിക്കും. 3. കൂടെ കഴിക്കുന്ന കറികൾ. മിക്കവാറും പൊറോട്ടയുടെ കൂടെ കഴിക്കുന്നത് കൊഴുപ്പ് കൂടിയ ബീഫ് ഫ്രൈയോ ചിക്കൻ കറികളോ ആയിരിക്കും. ഇത് ശരീരത്തിലെ കലോറി ക്രമാതീതമായി വർദ്ധിപ്പിക്കും. ആരോഗ്യകരമായി എങ്ങനെ കഴിക്കാം? അളവ് കുറയ്ക്കുക. വല്ലപ്പോഴും ഒരിക്കൽ 1-2 പൊറോട്ട കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പൊറോട്ടയുടെ കൂടെ ധാരാളം സലാഡോ വെജിറ്റബിൾ കുറുമയോ കഴിക്കാൻ ശ്രമിക്കുക. ഇത് ദഹനത്തിന് സഹായിക്കും. ഗോതമ്പ് പൊറോട്ട. മൈദയ്ക്ക് പകരം വീട്ടിൽ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇത് കൂടുതൽ ആരോഗ്യകരമാണ്. ചുരുക്കത്തിൽ, നാവിലെ രുചിക്ക് പൊറോട്ട കേമനാണെങ്കിലും ശരീരത്തിന് അതൊരു ഭാരമാണ്. മിതമായി കഴിച്ചാൽ ആസ്വദിക്കാം, അമിതമായാൽ അത് ആരോഗ്യത്തെ ബാധിക്കും. പൊറോട്ടയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ആരോഗ്യകരമായ ഭക്ഷണങ്ങളെ കുറിച്ച് ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കണം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് പൊറോട്ട നമ്മൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ശരീരത്തിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിത് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരമാവും. ഒരുപാട് ആളുകൾക്ക് അത് തിരിച്ചറിയാൻ സാധ്യതയാകും പൊറോട്ടയെ കുറിച്ച്. അത് മാത്രമല്ല, നമ്മൾ 5000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വാട്സാപ്പ് ലിങ്ക് താഴത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരാൾക്ക് തിരഞ്ഞെടുത്ത് 5000 രൂപ നമ്മൾ കൊടുത്തിരിക്കും. അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ